ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടിംഗ് ഇപ്പോൾ പുരോഗമിക്കുകയാണ്. 90 മണ്ഡലങ്ങൾ വിധിയെഴുതിക്കൊണ്ടിരിക്കുന്നു. സംസ്ഥാനത്തുടനീളം വോട്ടെടുപ്പിനായി സജ്ജീകരിച്ചിരിക്കുന്നത് 20,632 പോളിംഗ് ബൂത്തുകളാണ്. വിഷ്ണു തലവൂർ ഇപ്പോൾ കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. വിഷ്ണു, പോളിംഗിന്റെ ആദ്യ മണിക്കൂറുകളിൽ ജനങ്ങൾ ഏത് നിലയ്ക്ക് പ്രതികരിക്കുന്നു? കാവ്യ, ഹരിയാനയിലെ 90 നിയമസഭാ മണ്ഡലങ്ങളിലേക്കുള്ള വോട്ടെടുപ്പാണ് രാവിലെ 7 മണിയോടുകൂടി തന്നെ ആരംഭിച്ചത്. എന്തായാലും ഹരിയാനയിൽ രാവിലെ തന്നെ ജനങ്ങളൊക്കെ വോട്ട് ചെയ്യാൻ എത്തുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. സ്ഥാനാർത്ഥികളൊക്കെ തന്നെ രാവിലെ അവരുടെ വോട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. മുൻ മുഖ്യമന്ത്രിയായിരുന്ന ഇപ്പോഴത്തെ കേന്ദ്രമന്ത്രി മനോഹർ ലാൽ ഖട്ടർ ഉൾപ്പെടെ എല്ലാവരും അവരുടെ വോട്ട് രാവിലെ തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇത്തവണ ഹരിയാന തെരഞ്ഞെടുപ്പ് BJP സംബന്ധിച്ചായാലും കോൺഗ്രസിനെ സംബന്ധിച്ചായാലും വളരെ നിർണായകമാണ്. കാരണം BJPയെ സംബന്ധിച്ച് വലിയ വെല്ലുവിളിയാണ് ഹരിയാന തെരഞ്ഞെടുപ്പ്. കാരണം വലിയ തോതിലുള്ള ഭരണവിരുദ്ധ വികാരം സംസ്ഥാനത്ത് നിലനിൽക്കുന്നുണ്ട്. അത് കർഷക പ്രതിഷേധമായാലും അതോടൊപ്പം തന്നെ അഗ്നിവീർ പദ്ധതി, ഗുസ്തി താരങ്ങളുടെ പ്രതിഷേധം ഉൾപ്പെടെ നിരവധി വെല്ലുവിളികളാണ് BJPയെ സംബന്ധിച്ച് നിലനിൽക്കുന്നത്. വിമത ശല്യവും BJPക്ക് വലിയ വെല്ലുവിളി തന്നെയാണ് ഇത്തവണ സംസ്ഥാനത്ത് ഉയർത്തുന്നത്. എന്തായാലും BJP ഇത്തവണ ഇത്തരത്തിൽ ശക്തമായ ഒരു തെരഞ്ഞെടുപ്പിനെ ശക്തമായി തന്നെ നേരിടുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. കാരണം BJPയെ സംബന്ധിച്ച് മൂന്നാം വട്ടവും ഒരു തുടർഭരണം എന്നതാണ് BJP പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ഹരിയാനയിൽ ജാട്ട് സമുദായം BJPക്കെതിരെ നീങ്ങിയ ഒരു സാഹചര്യത്തിൽ ജാട്ട് ഇതര വോട്ടുകൾ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള പ്രചരണമായിരുന്നു BJP കഴിഞ്ഞ ഒരു മാസത്തോളം ഹരിയാനയിൽ നടത്തുകയും ചെയ്തത്. കോൺഗ്രസിനെ സംബന്ധിച്ച് വലിയ തോതിലുള്ള പ്രതീക്ഷ തന്നെയാണ് ഇത്തവണ കോൺഗ്രസിനുള്ളത്. കാരണം കഴിഞ്ഞ 10 വർഷത്തിന് ശേഷം വീണ്ടും ഹരിയാനയിൽ ഒരു അധികാരത്തിലേക്ക് എത്താൻ കഴിയുമെന്നുള്ള പ്രതീക്ഷ തന്നെയാണ് കോൺഗ്രസ് മുന്നോട്ട് വയ്ക്കുകയും ചെയ്യുന്നത്. ഭിവാനി മണ്ഡലത്തിൽ CPIM മത്സരിക്കുന്നുണ്ട്. CPIM സ്ഥാനാർത്ഥി ഓം പ്രകാശും വലിയ വിജയപ്രതീക്ഷ തന്നെയാണ് ഇപ്പോൾ പങ്കുവയ്ക്കുന്നത്. കാവ്യ. ശരി വിഷ്ണു, ആദ്യ മണിക്കൂറുകളാണ് വോട്ടെടുപ്പിന്റെ. ജനങ്ങൾ ഈ ഒരു തെരഞ്ഞെടുപ്പിനോട് മികച്ച രീതിയിൽ ഈ ഒരു മണിക്കൂറിൽ പ്രതികരിക്കുന്നു എന്നതടക്കമുള്ള വിവരങ്ങളാണ് വിഷ്ണു തലവൂർ പങ്കുവച്ചത്.